ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സന്ദീപ് ശശിധരൻ. ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 26 കായിക താരങ്ങൾ അർജുന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയുടെ ഭാഗമായി ലോക നേതാക്കളുമായും സ്ഥാപന മേധാവികളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉച്ചകോടിയോടനുബന്ധിച്ച് വൈകിട്ട് നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം UAE പ്രസിഡന്റ് ഷെയ്ഖ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പങ്കെടുത്തു. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ വ്യാപാരമേളയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിലുള്ള പദ്ധതികൾക്കായി കേന്ദ്രം ഈ വർഷം ക്യാഷ് ഗ്രാന്റ് ഇനത്തിൽ അനുവദിക്കേണ്ട 371.20 കോടി രൂപയിൽ ഒരു ഗഡു പോലും ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര വിഹിതം ലഭിക്കാത്തതിനാൽ ഇപ്പോൾ കേരളത്തിന്റെ സംസ്ഥാന വിഹിതം ഉപയോഗിച്ചാണ് NHM പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തത് മൂലം ആശാവർക്കർമാരുടെ ഇൻസെന്റീവും സൌജന്യ പരിശോധനകളും ഉൾപ്പെടെ പ്രതിസന്ധിയിലാണെന്നും മന്ത്രി അറിയിച്ചു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. നിയമലംഘനം നടത്തുന്ന ഫാർമസികളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വഞ്ചിയൂർ കോടതി ഈ മാസം 22 വരെ റിമാൻഡ് ചെയ്തു. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതി തീരുമാനം. ഇന്ന് രാവിലെയാണ് രാഹുലിനെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങൾക്കാണ് സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം നൽകുന്നതെന്ന് മന്ത്രി കെ രാജൻ. തന്റേതല്ലാത്ത കാരണങ്ങളാൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതമായ താമസമൊരുക്കുന്നതിന് വനിതാ ശിശുവികസന വകുപ്പുമായി സഹകരിച്ച് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് നടപ്പിലാക്കുന്ന തന്റെയിടം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ മന്ത്രി കെ രാജനിൽ നിന്നും മന്ത്രി വീണ ജോർജ് ഏറ്റുവാങ്ങി. കേരളത്തിന്റെ പുതിയ കായിക നയവും കായിക സമ്പദ്ഘടനാ വികസന പ്രക്രിയയും നാടിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള 2024 ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ്ബിൽ നടക്കും. സ്പോർട്സ് സമ്മിറ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മിറ്റിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ നടപ്പിലാക്കിയ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ പൂർണ്ണമായി പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷൻ കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ഇൻഷുറൻസ് കമ്പനി സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് മൂലം പെൻഷൻകാരും ജീവനക്കാരും ദുരിതമനുഭവിക്കുകയാണെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ജനാധിപത്യത്തിലെ 4ാം തൂൺ എന്ന നിലയിൽ സത്യം തുറന്നുകാട്ടാനുള്ള ബാധ്യത നിറവേറ്റേണ്ടവരാണ് മാധ്യമങ്ങളെന്ന് സ്പീക്കർ AN ഷംസീർ. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡി സെന്റർ ജേർണലിസം ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCക്ക് സംസ്ഥാന സർക്കാർ സഹായമായി 30 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. കഴിഞ്ഞ മാസം 121 കോടി രൂപ നൽകിയിരുന്നു. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ 1380 കോടി രൂപയാണ് കോർപ്പറേഷന് സർക്കാർ സഹായമായി ലഭിച്ചത്. കുമരകത്ത് വാട്ടർ തീം പാർക്ക് സ്ഥാപിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘം കുമരകത്തെയും ചീപ്പുങ്കലിലെയും സ്ഥലങ്ങൾ സന്ദർശിച്ചു. പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും KTDCയുടെയും കീഴിലുള്ള സ്ഥലങ്ങളാണ് സംഘം സന്ദർശിച്ചത്. കുമരകത്തോ അയ്മനത്തോ ഭൂമി ലഭ്യതയനുസരിച്ച് പദ്ധതി വേഗത്തിൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ PG പ്രവേശനത്തിനുള്ള നീറ്റ് PG പരീക്ഷ ജൂലൈ 7 മാറ്റി. മാർച്ച് 3 പരീക്ഷ നടത്താനായിരുന്നു മുൻപ് നിശ്ചയിച്ചിരുന്നത്. പരീക്ഷാ യോഗ്യത നേടുന്നതിനുള്ള കട്ട് ഓഫ് തീയതി 2024 ഓഗസ്റ്റ് 15 വരെയാണ്. ദേശീയ മെഡിക്കൽ വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത്. മകരവിളക്ക് ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നു. ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ജനുവരി 13 വൈകുന്നേരം 5 പ്രാസാദ ശുദ്ധിക്രിയകൾ നടക്കും. അന്നേ ദിവസം വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത 80,000 പേർക്കാണ് ദർശനം സാധ്യമാവുക. ജനുവരി 10 ശേഷം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ല. ജനുവരി 15 മകരജ്യോതി സന്ദർശനം. മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ പോലീസ് സേനയുടെ 6ാമത് ബാച്ച് ചുമതലയേറ്റു. പുതിയ സ്പെഷ്യൽ ഓഫീസർ S സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള സേനയുടെ 6ാമത് ബാച്ചാണ് ചുമതല ഏറ്റെടുത്തത്. മകരവിളക്ക് മഹോത്സവ സമയത്ത് 2500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.